തൃശൂർ 3 പീടികയിൽ ഭക്ഷ്യവിഷബാധയുണ്ടായ സെയിൻ ഹോട്ടൽ പ്രവർത്തിച്ചത് ലൈസൻസ് ഇല്ലാതെ. ഹോട്ടലിനെതിരെ നേരത്തെയും നിരവധി പരാതികൾ ഉണ്ടായിരുന്നതായി പോലീസ് അറിയിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ ഉടമകൾക്കെതിരെ കൊലക്കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുക്കും. ശനിയാഴ്ചയുണ്ടായ ഭക്ഷ്യവിഷബാധയിൽ 124 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. നിലവിൽ 47 പേർ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലുണ്ട്. ഒരാൾ ICUവിലാണ്. ഹോട്ടലിനെതിരെ നേരത്തെയും നിരവധി പരാതികളുണ്ടായിരുന്നെന്നും കർശന നടപടി സ്വീകരിക്കുമെന്നും സ്ഥലം MLA E.T. ടൈസൺ പറഞ്ഞു. ഇതിൽ ഒരു പരാതി സംബന്ധിച്ച് നമ്മൾ ശ്രദ്ധപ്പെട്ട ഒരു 6 മാസം മുമ്പാണ്. ആ പരാതി ശ്രദ്ധപ്പെട്ട ഉടനെ തന്നെ പഞ്ചായത്ത് അതിനുള്ള അന്വേഷണവും തുടർ നടപടികളും സ്വീകരിച്ചു. അത് ഭക്ഷ്യ പദാർത്ഥങ്ങൾ ചെക്ക് ചെയ്തു, ഹോട്ടൽ അടയ്ക്കാൻ പറഞ്ഞു, പിഴ ഈടാക്കുകയും ചെയ്തു. മുൻപ് പരാതിയെ തുടർന്ന് ഹോട്ടൽ അടപ്പിച്ചിരുന്നെങ്കിലും നിയമ നടപടി പൂർത്തിയാക്കി വീണ്ടും തുറക്കുകയായിരുന്നുവെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി. മിനിഞ്ഞാന്ന് 9:30-ക്കാണ് ഞാൻ അറിഞ്ഞത് സംഭവം. അപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകരുണ്ടായി, ഞങ്ങളുടെ വൈസ് പ്രസിഡന്റും പിന്നെ നമ്മുടെ സ്പെഷ്യൽ ബ്രാഞ്ച് ആയിട്ട് നമ്മൾ പോയി അവിടെ ചെന്ന് കണ്ട്. അവർ നമ്മൾക്കൊന്നും ഭക്ഷണ സാധനങ്ങളിൽ നിന്നൊന്നും കിട്ടിയിട്ടുണ്ടായില്ല. പക്ഷെ അവർ അന്നേക്കുള്ള ഭക്ഷണമൊക്കെ അവർ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും നമ്മൾ അത് അടപ്പിച്ചു. ഇനി അത് കച്ചവടം ചെയ്യണ്ട എന്ന് പറഞ്ഞ് അടപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ പരിശോധനകളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇനി എന്താണ് നിയമ നടപടി പരമാവധി ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യും. ഹോട്ടലിന് നിലവിൽ ലൈസൻസ് ഇല്ല. കഴിഞ്ഞ മാസം വരെ പ്രവർത്തിച്ചത് കാറളം സ്വദേശി ഷിയാസിന്റെ ലൈസൻസിലായിരുന്നു. ലൈസൻസ് കാലാവധി കഴിഞ്ഞ മാസം അവസാനിച്ചിരുന്നു. ഇപ്പോഴത്തെ നടത്തിപ്പുകാരനായ റഫീഖ് കഴിഞ്ഞ മാസം 4-ന് ലൈസൻസിന് അപേക്ഷിച്ചിരുന്നെങ്കിലും ലഭിച്ചിരുന്നില്ല. റിപ്പോർട്ടർ, തൃശൂർ.